സ്വാഭാവികമായിട്ടും CPM അതല്ല ആരോപിക്കുള്ളൂ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള രീതിയിലല്ലേ CPMൻ്റെ ആരോപണം. ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷിന് ഞങ്ങളുടെ പ്രസ്ഥാനവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയായിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. സുരേഷിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് അന്വേഷിക്കട്ടെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നേരത്തെ സ്കൂളിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഇതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നുള്ളൂ. സുരേഷ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുരേഷ് കോറിയിൽ പാറ പൊട്ടിക്കാൻ പോകുന്ന ആളാണ്. അതുപോലെ തന്നെ കിണർ കുഴിക്കാനെല്ലാം പോകുന്ന ആളാണ്. അപ്പോൾ പാറ പൊട്ടിക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനമാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ മാധ്യമങ്ങളിലെ ഒരു വാർത്ത വന്നു, പോലീസ് വിറ്റ്നസ്സാക്കിയിട്ട് എടുത്ത 2 ആളുകൾ, ഉണ്ണികൃഷ്ണനും ശ്രീ ശശീന്ദ്രനും. അവർ രണ്ടാളും BJP പ്രവർത്തകരാണ്. അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത്. ഉണ്ണികൃഷ്ണനെയും ശശീന്ദ്രനെയും മാധ്യമങ്ങൾ പ്രതിയാക്കണ്ട. ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ദയവ് ചെയ്ത് ഞങ്ങളുടെ നിരപരാധികളായിട്ടുള്ള പ്രവർത്തകർ അവരവിടെ സംഭവ സ്ഥലത്ത് പോയ സമയത്ത് പോലീസ് സാക്ഷി ആയിട്ട് അവിടെ ഒപ്പിടിപ്പിച്ച 2 ഞങ്ങളുടെ പ്രവർത്തകരെ ഇന്ന് ചില മാധ്യമങ്ങൾ ബോധപൂർവ്വം അവരെ പ്രതികളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അവർ 2 ആളും നിങ്ങൾക്ക് പോലീസിനോട് ചോദിക്കാം, അവർ 2 ആളെയും വിറ്റ്നസ്സായിട്ടാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സുരേഷിനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ പേര് നൗഷാദാണ്. മറ്റാളുടെ പേര് ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ പേര് കൂടി ഞങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ പ്രതികൾ ആരാണെന്നുള്ളത് ആണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ്. വളരെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു നീക്കവുമായിട്ട് ഈ അന്വേഷണം മുന്നോട്ട് പോരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, ഞങ്ങളെയല്ലല്ലോ തൃപ്തിപ്പെടുത്തേണ്ടത്, ഈ നാട്ടിലെ ജനങ്ങളെയാണ് പോലീസ് തൃപ്തിപ്പെടുത്തേണ്ടത്. ഈ സർക്കാരാണ് അതിൽ തൃപ്തിപ്പെടേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു സ്ഫോടനം നടന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, BJPക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ ഇതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അന്വേഷണം നിങ്ങൾ മേലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നൊരു ആരോപണമുണ്ടോ? അല്ല, ഞങ്ങൾ ഇതിപ്പോൾ അവിടെ സുരേഷിനെ അറസ്റ്റ് ചെയ്തു. ഉടനെ ചില മാധ്യമങ്ങളിൽ വന്നു സുരേഷ് BJP RSS പ്രവർത്തകരാണ്. BJPയുടെയോ RSSൻ്റെയോ എന്തെങ്കിലും ചുമതലയോ എന്തെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാണ്. സുരേഷിന് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ 2 വിറ്റ്നസ് പോലീസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പിടിപ്പിച്ച 2 വിറ്റ്നസ് ഉണ്ണികൃഷ്ണനെയും ശശീന്ദ്രനെയും പ്രതികളായിട്ടാണ് ചില മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് സംബന്ധിച്ചോളം ഞങ്ങൾ അതേ സ്റ്റാൻഡിൽ, ബോംബ് സ്ഫോടനം ഉണ്ടായ ദിവസം എടുത്ത അതേ സ്റ്റാൻഡിലാണ് ഞങ്ങൾ. നിഷ്പക്ഷമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഞങ്ങൾ പോലീസ് സൂപ്രണ്ടിനെ കണ്ടിരുന്നു. RSSൻ്റെയും BJPയുടെയും നേതാക്കൾ ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് ഞങ്ങളുടെ പ്രദേശത്ത്, ഞങ്ങളുടെ സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് ഇത് നടന്നത് സംബന്ധിച്ച് ഞങ്ങളുടെ ആശങ്ക അറിയിച്ചിരുന്നു. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ബോധ്യപ്പെടുത്തണം ഞങ്ങൾ പോലീസിനോട് അഭ്യർത്ഥിച്ചു. നൗഷാദ് എന്നുള്ള ഒരാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. 3 ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സുരേഷ്, നൗഷാദ്, പിന്നെ ഒരാൾ കൂടിയുണ്ട്. അയാളുടെ പേര് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം അന്വേഷിച്ച ശേഷം ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങളുടേതായിട്ടുള്ള നിലപാട് അറിയിക്കാം.